വർഷങ്ങളായി തരിച്ചുകിടന്ന കീഴ്വായ്പൂര് പുഞ്ച ഹരിതാഭമാകുന്നു. കർഷക കൂട്ടായ്മയിൽ 20 ഏക്കർ പാടശേഖരത്താണ് ആദ്യഘട്ടത്തിൽ കൃഷി പുനരാരംഭിക്കുന്നത്. എല്ലാ പാടശേഖരങ്ങളിലും ഒരുമിച്ച് കൃഷി ഇറക്കിയാൽ മാത്രമേ പദ്ധതി നടപ്പാക്കാനാവൂ എന്നിരിക്കെ കൃഷിയിൽ താല്പര്യമില്ലാത്ത ചില വസ്തു ഉടമകൾ എതിർക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. 20 വർഷത്തിലധികം തരിച്ചു കിടന്ന പാടശേഖരമാണ് കീഴ്വായ്പൂര് പുഞ്ച. കൃഷിഭവന്റെ സഹകരണത്തോടെ കർഷകനും പ്രവാസി മലയാളിയുമായ ജോബി കുഴുവേലിലിൻ്റെ നേതൃത്വത്തിൽ 15 കർഷകരാണ് 20 ഏക്കർ പാടശേഖരത്ത് കൃഷി പുനരാരംഭിക്കുന്നത്. കാട് നിറഞ്ഞ ഇഴജന്തുക്കളുടെ വിഹാരകേന്ദ്രമായിരുന്നു ഈ പാടശേഖരം. ജോബിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ കൃഷി യാഥാർത്ഥ്യമാകുന്നത്. കർഷകരും സഹകരിച്ചതോടെ നിലമൊരുക്കൽ ആരംഭിച്ചു. കൃഷി ഓഫീസർ ജോസഫ് ജോർജിൻ്റെ പിന്തുണയും ലഭിച്ചു. നമ്മൾ ഈ കണ്ട പാടശേഖരങ്ങൾ ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് തരിശായിട്ട് കിടന്നൊരു പാടശേഖരമാണ്. അത് ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയാണ്. അപ്പം മല്ലപ്പള്ളി കൃഷി ഓഫീസറും ജോസഫ് ജോസ് സാറിൻ്റെയും സുരേഷ് സാറ്, ശ്രീകുമാർ സാറ് ഇവരുടെയൊക്കെ ഒത്തിരി വലിയ പ്രോത്സാഹനത്തോടു കൂടി നമ്മൾ ഈ കൃഷി നടത്തണമെന്ന് പാടശേഖര സമിതിയിലൊരു അജണ്ട വെക്കുകയും പാടശേഖര സമിതി ഒന്നടങ്കം ഈ വർഷം കൃഷി ഇറക്കണം. കുറച്ച് താമസം ഉണ്ടായി എങ്കിൽ പോലും നമ്മളൊരു 40 ദിവസം മുമ്പ്, പഴയ രീതി അനുസരിച്ച് ഒരു 10-40 ദിവസം മുമ്പ് നമ്മളിത് കൃഷി ഇറക്കേണ്ടതായിരുന്നു. വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയാൽ ഇക്കുറി 100 മേനി വിളവെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മണിമലയാറ്റിലെ പമ്പഴ, ഐത്തലമുറി കടവുകളിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസുകൾ അടുത്തിടെ ആധുനിക രീതിയിൽ നവീകരിച്ചിരുന്നു. എന്നാൽ 10 കുതിരശക്തിയുള്ള മോട്ടോറുകളാണ് ഇവിടെയുള്ളത്. ഇത് കൃഷി ആവശ്യത്തിന് ഫലപ്രദമല്ല. 40 കുതിരശക്തിയുള്ള മോട്ടോർ ലഭ്യമായാൽ പമ്പിംഗ് സുഗമമാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു പമ്പ് മാത്രമാണ്, നമുക്കൊരു 10 HP ആണ് ഇപ്പം പാടശേഖരത്തോട്ട് നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് തരുന്നത്. അപ്പം നമുക്ക് ഒരു 40 HP എങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു കൃഷിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാലുകളും ബണ്ടുകളും ഒക്കെ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനായിട്ടൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്കെങ്കിലും ഇറിഗേഷൻ പ്രൊജക്റ്റ് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കിയില്ലെങ്കിൽ കൃഷിയെ ദോഷകരമായി ബാധിക്കും. ഇത് കൃഷി ഓഫീസറും മൈനർ ഇറിഗേഷൻ എയും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി, ചർച്ചകൾ നടന്നു. അവരൊക്കെ ഒത്തിരി സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. എല്ലാ പാടശേഖരങ്ങളിലും ഒരുമിച്ച് കൃഷി ഇറക്കിയാൽ മാത്രമേ പദ്ധതി വിജയകരമാകൂ എന്നിരിക്കെ കൃഷിയിൽ താല്പര്യമില്ലാത്ത ചില പാടശേഖര ഉടമകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പാടത്ത് വെള്ളം നിറയ്ക്കാനും വെള്ളം പുറത്തേക്കൊഴുക്കാനും കഴിയണമെങ്കിൽ എല്ലാവരും കൃഷിയുമായി സഹകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു കുടുംബം മാത്രം പാടശേഖരം വിട്ടു നൽകാൻ തയ്യാറല്ല. പാടശേഖരം വിട്ടു നൽകാത്തത് കൃഷി ഇറക്കിയ പാടശേഖരത്ത് കീടരോഗബാധയ്ക്കും ഇടയാക്കും. എന്തായാലും കൃഷി യാഥാർത്ഥ്യമാക്കാൻ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണെന്ന് ജോബി കുഴിവേലിൽ പറഞ്ഞു. അപ്പം തടസ്സങ്ങളായിട്ട് വളരെ പ്രയാസകരമായ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കിടക്കുന്ന പാടം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരത് തരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാടശേഖര സമിതിയിലൊരു പ്രത്യേക മീറ്റിംഗ് കൂടി അങ്ങനെ പരാതികൾ നമ്മൾ റൈസ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി, മല്ലപ്പള്ളി കൃഷി ഓഫീസർ, പ്രിൻസിപ്പൽ ഓഫീസർ, അതുപോലെ നമ്മൾ ജില്ലാതലത്തിലെ കൃഷി ഓഫീസർ, കളക്ടർ, ഇവർക്കൊക്കെ കൊടുത്തെങ്കിലും ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ പരാതി കൊടുത്തെങ്കിലും അതിനൊക്കെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്കിത് വിതയ്ക്കുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ നേരിടും. വെള്ളം കയറ്റാനും ഇറക്കാനും ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വസ്തുവാണ്. അപ്പം നമ്മൾ പല ആൾക്കാർ പോയി സമീപിച്ചെങ്കിലും അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അത് തരാൻ പറ്റില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത് കിട്ടുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. നിലമൊരുക്കൽ പുരോഗമിക്കുമ്പോൾ ഈ മാസം 30-ാം തീയതി വിത്ത് വിതയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം ഘട്ടത്തിൽ 50 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് പാടശേഖര സമിതിയുടെ തീരുമാനം. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കീഴ്വായ്പൂര് പുഞ്ചയിൽ അന്യം നിന്ന നെൽകൃഷി പുനരാരംഭിക്കുന്നത്. കൃഷി ചെയ്യാൻ കാലതാമസം നേരിട്ടെങ്കിലും മാർച്ച് മാസത്തിൽ വിളവെടുക്കാൻ പാകത്തിലുള്ള കൃഷിജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.